എനിക്കിവിടെ എൻ്റെ ഒരു ഫേവറേറ്റ് കൊളീഗുണ്ട്. കൊളീഗ് ഇവിടുത്തുകാർ തന്നെയാണ്. അപ്പോൾ കുറേ നാളായി എന്നോടൊരു കോഫി കുടിക്കാൻ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ എൻ്റെ പുതിയ ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ വാർഡിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അന്ന് പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇയാൾ നല്ലൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കൊളീഗാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ അറ്റ് ലാസ്റ്റ് ഞങ്ങളിന്ന് ഒരു കോഫിക്ക് പോവാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. പുള്ളിക്കാരി എന്തോ നല്ലൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1/2 hour ഉണ്ട് ഡ്രൈവ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ഒരു ഫോറസ്റ്റ് ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കൗണ്ടി പ്ലേസ് ആണത്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കാർ പാർക്കിംഗ് ചെന്നിട്ട് അതിന് പ്രത്യേകം ടിക്കറ്റും മെമ്പർഷിപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു മാൻഷൻ ഹൗസാണ്. അവിടെ നമുക്കൊരു മ്യൂസിയം പോലെ സെറ്റപ്പാണ്. പിന്നെ അതിൽ കുറേ കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് കാറൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തേട്ട് പോവാണ്. അകത്തേട്ട് പോകുമ്പോൾ തന്നെ അവർ നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഏക്കർ കണക്കിനുള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ ഇതാട്ടോ മാൻഷൻ ഹൗസ്. അത് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് അത് റിനോവേറ്റ് ചെയ്ത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കിയേക്കാണ്. സമ്മറും സണ്ണി ഡേ ഒക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ പുറത്തിരുന്ന് നമുക്കിങ്ങനെ കോഫിയൊക്കെ കുടിക്കാം. നമുക്ക് ഈ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. അപ്പോൾ അകത്ത് കയറിയപ്പോൾ കണ്ടതാണ് ഇതെല്ലാം. ഇതൊക്കെ ഇവിടുത്തെ പണ്ടത്തെ വർഷങ്ങൾക്ക് മുമ്പുള്ള വെച്ചാൽ 1902 അങ്ങനെയൊക്കെ ഭയങ്കര വർഷങ്ങൾക്ക് മുമ്പുള്ള ഇവിടുത്തെ ക്യൂൻസും രാജാക്കന്മാരൊക്കെ ആട്ടോ. അവർ ഇവിടെയാണ് താമസിച്ചിരുന്ന സ്ഥലമാണ് ഇതെല്ലാം. അപ്പോൾ അവിടുത്തെ ഓരോ കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് തന്നെ അവരെല്ലാം കീപ്പ് ചെയ്ത് ഇതിങ്ങനെ ഒരു മഷ്റൂമിന് പല വെറൈറ്റി ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ മാജിക് മഷ്റൂം നോക്കുമായിരുന്നു. അപ്പോൾ ഇത് ഈ മിഡിലിരിക്കണ കുഞ്ഞതാണ് മാജിക് മഷ്റൂം. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോ റൂമിലൊക്കെ പോവാണ്. അവർ പണ്ടത്തെ കാലത്ത് അവരെങ്ങനെ ഒരു പ്രിൻറ്റിങ് സംഭവമൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ സംഭവം. പിന്നെ ഞങ്ങൾ കഫേയിൽ പോയി കഴിഞ്ഞിട്ട് ഞാനൊരു ക്യാപ്പച്ചിനോയും ഹലീന ഒരു അമേരിക്കാനോയും പറഞ്ഞു. അതെല്ലാം ഞങ്ങൾ കുടിച്ച് ചില്ലായിട്ട് നന്നായിട്ട് സംസാരിച്ച് ഒരു 1.5 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ നിന്ന് പോയപ്പോൾ. പിന്നെ ഇത് കൗണ്ടി സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല നേച്ചർ, നല്ല അടിപൊളിയായിരുന്നു. ഹൈക്കിങ് ചെയ്യാനായിട്ടുള്ള ഒരു പെർഫെക്റ്റ് സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഹൈക്കിങ്ങിന് പോകാനൊക്കെ ഉള്ള ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തു. പക്ഷേ എൻ്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഹലീന ഭയങ്കരമായിട്ട് എല്ലാ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് പെർഫെക്റ്റായിട്ട് നടക്കുന്നയാളാണ്. അപ്പോൾ നമ്മുടെ ഈ മാൻഷൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഓപ്പോസിറ്റായിട്ട് നമുക്കിവിടെ കുറേ ഷീപ്പുണ്ട്, ക്യാറ്റിലുണ്ട്, പിന്നെ ഇടയ്ക്ക് മാനെ കാണാൻ പറ്റുമെന്നൊക്കെ ഹലീന പറഞ്ഞു. എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബൈ പറഞ്ഞ് തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പോവാണ്. നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. ഇത്രയും ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം നമ്മളിന്ന് പോയത് തന്നെ റെയിനി ഡേ ആയിരുന്നു. അപ്പോൾ ശരിക്കും ഒരു സണ്ണി ഡേക്ക് പോകുമ്പോൾ എന്ത് അടിപൊളിയായിരിക്കും അല്ലേ. അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള വേറൊരു മ്യൂസിയമാണ്. ഹെലീനെ കൊണ്ടുപോയി. അത് ഫ്രീ ഓഫ് കോസ്റ്റാണ്, നമുക്ക് പാർക്കിങ്ങിനൊന്നും ചാർജ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതാട്ടോ ഹെലീന. അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ബൈ.